ഇത് എൻ്റെ പുറമണ്ണൂർ ഗ്രാമം. ഇവിടെ പാടിയിലെ കൂട്ടുകാർ നിർമ്മിച്ച മല്ലികത്തോട്ടങ്ങളാണ് കാണുന്നത്. എത്ര സുന്ദരമായിട്ടാണ് അവർ ഈ പൂക്കളെയെല്ലാം വളർത്തി മനോഹരമാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. കുറേ ദിവസമായി വൈകുന്നേരങ്ങളിൽ ഇവിടെ ജനാരവം കാണാറുണ്ട്. ഒരു ദിവസം സൂക്ഷിച്ചു നോക്കിയപ്പോൾ മല്ലികകൾ പൂത്തു നിൽക്കുന്നത് കണ്ടു. ചിലർ ചെണ്ടുമല്ലി എന്നും പറയൂട്ടോ. അന്ന് കരുതിയതാണ് അവിടെ പോയി ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എന്ന്. പക്ഷേ മോളും മോനും ഒരുമിച്ച് വരുമ്പോൾ പോകാം എന്ന് കരുതി മാറ്റിവെച്ചു. ഇപ്പോൾ മകൻ വന്നു. അതേസമയം മോൾക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് അവധിയും കിട്ടി. അതുകൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്യാം, അപ്പുറത്ത് അമ്പലത്തിലും പോകാം, പിന്നെ ഈ കാഴ്ച ഒന്ന് കാണുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. ഇവിടെ കുട്ടികൾ തടുക്കെല്ലാം മെടഞ്ഞ് നമുക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാക്കിയിരിക്കുന്നു. നാല് പുറവും നോക്കുമ്പോൾ നമുക്ക് പച്ചപ്പാടങ്ങൾ കാണാം. അതെ, വിളഞ്ഞിട്ടില്ല, പച്ചപ്പോട് നിൽക്കുന്ന പാടങ്ങൾ. അതിനക്കരെയായി തല ഉയർത്തി നിൽക്കുന്ന കുന്നുകളും കാണാം. രാവിലെ ഒരു 10 മണിയോടെ മനോഹരമായ ഈ കാഴ്ചയും കണ്ട് മല്ലികച്ചെടികളുടെ ഇടയിലൂടെ അങ്ങനെ നടന്നു. കൂട്ടത്തിൽ ഒരു വീഡിയോയും. ഒരു സൈഡിൽ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിയാണെങ്കിൽ അതിന് മറു സൈഡിലായി മഞ്ഞ നിറത്തിലുള്ള ഉണ്ട ചെണ്ടുമല്ലികളാണ്. ചിലതെല്ലാം വാടിയിട്ടുണ്ട്, ചിലത് കരിഞ്ഞു തുടങ്ങി. പക്ഷേ ഓരോ സൈഡിലായി ഒരേ നിറത്തിലുള്ള പൂക്കൾ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇതാ എൻ്റെ കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. അതിനപ്പുറത്തായി പച്ചപ്പാടം. പച്ചപ്പാടത്തിനും അപ്പുറത്തായി തെങ്ങിൻ തോപ്പുകൾ കാണാം. ഇടത്തെ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കുന്നുകൾ കാണാം. നല്ല കാഴ്ച. പൂക്കളൊന്നും പറിക്കരുത് എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു. മല്ലികപ്പൂക്കൾ നിറയെ പൂത്തു നിൽക്കുന്നത് നല്ല ചന്തമാണ്. എല്ലായിടത്തെയും പോലെ ഐ ലവ് പാടി എന്ന് കുട്ടികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെറും ചെണ്ടുമല്ലിയുടെ ഭംഗിയല്ല, പച്ച വിരിച്ച് കിടക്കുന്നത് പോലെയുള്ള പാടങ്ങളുടെയും അതിനപ്പുറം ഉള്ള തെങ്ങിൻ തോപ്പുകളുടെയും ചന്തമാണ്. പക്ഷേ അത് ഇതുപോലെ വിശാലമായ പാടവരമ്പത്തിലൂടെയാകുമ്പോഴോ അത് നമ്മുടെ പാലക്കാടുള്ള കൊല്ലങ്കോടിനെ ഓർമ്മിപ്പിക്കും. ഈ അടുത്താണ് ഞാൻ കൊല്ലങ്കോട് പോയത്. അവിടെയും ഇതുപോലെ മല്ലികത്തൈകൾ വെച്ചു പിടിപ്പിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇന്നത്തെ അവധി ദിവസം ശരിക്കും ആഘോഷിച്ചു. നാളികേരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉറുമ്പാണ് ഇത്. നല്ല ഒരു ദിവസം.